നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പറയുന്നത് ഒരു ഷോർട്ട് ഫിലിം റിവ്യൂ ആണ്. ഈ ഒരു ഷോർട്ട് ഫിലിം കാണാനുള്ള ഒരു കാരണം, ഇത് നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ മഹാനടനായ മമ്മൂക്കയും ഇത് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പ്രഗത്ഭനായ സംവിധായകൻ ശ്രീ രഞ്ജിത്തുമാണ്. ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് VR സുധീഷാണ്. എനിക്ക് ഈ ഒരു പേര് മുമ്പ് അറിയില്ല, ഇങ്ങനെ ഒരു സാഹിത്യകാരനെ എഴുത്തുകാരനെ അറിയില്ല. ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആളുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഏതായാലും അദ്ദേഹം ഒരു വളരെ നല്ല എഴുത്തുകാരനായിട്ടാണ് തോന്നിയത്. കാരണം അദ്ദേഹത്തിന്റെ കഥയാണ് രഞ്ജിത്ത് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. ആരോ എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. മഞ്ജു വാര്യരും ശ്യാം പ്രസാദും അസീസുമാണ് ഈ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമിൽ അഭിനേതാക്കളായിട്ട് എത്തിയിട്ടുള്ളത്. ശ്യാം പ്രസാദിനെ നമുക്കറിയാം, അദ്ദേഹം വളരെ നല്ലൊരു സംവിധായകനാണ്. അഭിനയ രംഗത്ത് അദ്ദേഹം അധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അഭിനയിച്ചിട്ട് ഉണ്ടെങ്കിലും നമുക്കത്ര രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിനയങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അദ്ദേഹം ഒരു 90% നീതി പുലർത്തി അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ് തോന്നിയിട്ടുള്ളത്. എന്താ പറയാ, പല സമയങ്ങളിലും അദ്ദേഹത്തിന്റെ ആക്ടിങ് കാണുമ്പോൾ ഇതിന്റെ മുന്നിൽ ക്യാമറയുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത് എന്ന് തോന്നിപ്പോയി. ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിമനോഹരമായി തന്നെ ചെയ്തു. പിന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു തനത് ശൈലി ഇതിനകത്തുണ്ട്. ഒരു വളരെ മലയാള എന്താ പറയാ സാഹിത്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്രെയിമും ചിത്രീകരണവും ഒക്കെ തന്നെയായിരുന്നു. ആദ്യ ഒരു 6-7 മിനിറ്റ് വെറും സിഗരറ്റ് വഴിയും കള്ളുകൂടിയും മാത്രമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ശ്രീ മമ്മൂക്കയെ ഒന്ന് വിമർശിക്കണം എന്ന് തോന്നി. കാരണം അദ്ദേഹം ഒരു സ്കൂളിൽ പോയിട്ട് സിഗരറ്റ് വലിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് വിവാദമായിട്ടുണ്ടായി. അപ്പൊ അതിനെയും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടോ എന്ന് തോന്നിപ്പോയി. കാരണം ഒരു ഏകദേശം 7 മിനിറ്റോളം ഇത് തന്നെയാണ്, സിഗരറ്റ് വലിയും മദ്യപാനവും. എന്നാൽ അതിന്റെ അടിയിൽ മദ്യപിക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലൊന്നും എഴുതി കണ്ടില്ല. അത് എന്താണെന്നറിയില്ല. അങ്ങനത്തെ നിയമം ലംഘിച്ചതാണോ, മനഃപൂർവ്വം ലംഘിച്ചതാണോ, അല്ലെങ്കിൽ ആ നിയമം എടുത്തു കളഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെയൊന്നും ഇല്ല, കണ്ടില്ല. ഇതിലെ മെയിൻ ആയിട്ട് ഒരു 5 മിനിറ്റ് നേരം വരുന്ന മഞ്ജു വാര്യർ എന്ന ഒരു വലിയ നടിയുടെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ അതുപോലെ അസീസ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ട് വരുന്നു. എല്ലാം കൂടെ ഈ ഒരു 20 മിനിറ്റ് ശരിക്കും എൻഗേജഡ് ആയി നിർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് വന്നിട്ടുള്ളത്. കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതുപോലെ തന്നെ മേക്കപ്പ് ആണെങ്കിലും ഒക്കെ തന്നെ ഗംഭീരമാണ്. ഏകദേശം 2.5 ദിവസമാണ് ഇതിന്റെ ഷൂട്ടിന് എടുത്തത് എന്നാണ് സംവിധായകൻ ഇത് ഇറങ്ങുന്നതിനായിട്ട് മുന്നേ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമുക്കതിന്റെ എല്ലാ വശങ്ങളും അത് ഡീറ്റെയിലിംഗ് ആയിട്ട് എഴുതാൻ പറ്റും. അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രയും ഡീറ്റെയിലിംഗ് തെളിയും. പക്ഷെ അത് ചിത്രീകരിക്കുന്ന സമയത്ത് അത്തരത്തിൽ കാണുന്ന ആളുകളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് ആളുകൾ മനസ്സിലാക്കി എടുക്കുമോ എന്നുള്ള കാര്യം വളരെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകന്റെ എന്താ പറയുക അതിമനോഹരമായ ഒരു മികവ് ഈ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഒറ്റപ്പെടലിന്റെ ജീവിതം, ആ ജീവിതത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും കടന്നു വന്നിരുന്നെങ്കിൽ, അവര് ഇതുപോലെ പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ആ ഒറ്റപ്പെടുന്ന ഒരാള് ചിന്തിക്കുന്ന ആ ചിന്തയിൽ നിന്നാണ് കഥ ഉണ്ടാവുന്നതും ആ കഥ നടക്കുന്നതും. അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് അടുപ്പിക്കുന്നത് അതിന്റെ ക്ലൈമാക്സോട് കൂടിയാണ്. അപ്പോഴാണ് നമുക്കിതൊരു തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നത്, അല്ലെങ്കിൽ തോന്നലുകളാണ് ഈ നടക്കുന്നതെല്ലാം എന്ന് തോന്നിപ്പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാവുന്നത്. അത് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഈ ഒരു, അതായത് എഴുത്തുകാരനും സംവിധായകനും എന്താണോ വിചാരിച്ചത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് പ്രേക്ഷകനിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കത് വളരെയായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഷോർട്ട് ഫിലിം, ആരോ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടത്. എല്ലാവരുടെ ഈ 3 പേരുടെയും അഭിനയം അതിഗംഭീരമാണ്. എന്താ പറയുക, നമ്മുടെ മലയാള സാഹിത്യ ലോകം അല്ലെങ്കിൽ ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി നമ്മളെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഞാൻ ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കാണുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി മഞ്ജു ചേച്ചിയുടെ അഭിനയം, അതുപോലെ തന്നെ ശ്യാം പ്രസാദ്, 3 പേരും ഗംഭീരമായി അഭിനയിച്ചു. അതിനേക്കാൾ അപ്പുറത്തേക്ക് അത് നന്നായി ചിത്രീകരിക്കാൻ ശ്രീ രഞ്ജിത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മമ്മൂക്കയ്ക്ക് അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ കാണിച്ച ഒരു മനസ്സ്, അതിന് വലിയ ഒരു നന്ദി. ഇത്രയും നല്ല ഒരു കലാസൃഷ്ടി മലയാളികൾക്ക് സമ്മാനിച്ചതിന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.